Hi everyone. Today we will be dealing with phases in software development, and the section is divided into 5: requirement analysis, requirement elicitation for software, analysis principles, software prototyping and requirement specification. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വരുന്ന കുറേ ഫേസസ് ഉണ്ട്. അതിൽ കുറച്ച് പോർഷൻസ് ആണ് ഈ ഒരു PPT നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ്. Requirements engineering basically it focuses on the system requirements that we should maintain. Requirements engineering എന്ന് പറയുന്നത് requirements വെച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. So we create and maintain the requirements of a system that should be presented as a document. So basically the software development process and its phases includes 4 stages. That is, first one is the feasibility study, second one is the requirement elicitation and analysis, third one is requirement specification, and the last one is the requirement validation. So ഈ 4 സ്റ്റെപ്പും ഓരോ ഫേസസ് ആണ്. ഈ 4 കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഈ 4 സ്റ്റേജസിലൂടെ ആസ് എ ഡെവലപ്പർ ഓർ ആസ് എ ടെസ്റ്റർ ഓർ ആസ് എ സ്റ്റേക്ക് ഹോൾഡർ ഈ 4 പ്രോസസ്സിലൂടെയും each individual pass ചെയ്യുന്നതാണ്. So just we have a brief note on what are all these. Feasibility study എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റഡി നടത്തുവാണ്, എത്രത്തോളം നമ്മൾ ഈ ചെയ്യുന്ന സിസ്റ്റം നമുക്ക് യൂസ്ഫുൾ ആണ്, ഇപ്പം ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് എത്രമാത്രം അത് യൂസ്ഫുൾ ആണ് എന്നറിയുന്ന ഒരു സ്റ്റഡിയാണ് feasibility study. Second one is requirement elicitation and analysis. That is, we find out what are all the requirements that should be satisfied. എന്തൊക്കെയാണ് ആ വരുന്ന കസ്റ്റമറിന് ഉള്ള നീഡ്സ്, ദിയർ റിക്വയർമെന്റ്സ്, അതൊക്കെ ഡിസ്കവർ ചെയ്യുന്നതാണ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് ഇസ് ദ സ്പെസിഫിക്കേഷൻ. അതായത് ഈ പറയുന്ന റിക്വയർമെന്റ്സ് നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് യു ഹാവ് സ്റ്റഡീഡ് സോഫ്റ്റ്വെയർ SRS, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ. അങ്ങനെ SRS ഡോക്യുമെന്റും അതിന്റെ രീതിയിലുള്ള സ്പെസിഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഈ റിക്വയർമെന്റ്സ് ആ ഡോക്യുമെന്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ ചെയ്യുക. ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്പെസിഫിക്കേഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ യു ഹാവ് ഇസ് വാലിഡേഷൻ. ദാറ്റ് ഇസ് റിക്വയർമെന്റ് വാലിഡേഷൻ. അതായത് ഈ റിക്വയർമെന്റ്സ് ശരിക്കും നമ്മുടെ കസ്റ്റമർ വേണ്ടത് തന്നെയാണോ, അതായത് ചില പ്രോജക്റ്റിൽ ശരിക്കും കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. ചില സമയത്ത് അത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലൈക്ക് ആരും ചെക്ക് ചെയ്യാത്തൊരു ചില കാര്യങ്ങൾ വരെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് ആർക്കും ഒരു ഉപയോഗം ഉണ്ടാവില്ല. സോ വാലിഡേഷൻ മീൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആഫ്റ്റർ ദ ഫീസിബിൾ സ്റ്റഡി ആൻഡ് ആഫ്റ്റർ ദ ഡോക്യുമെന്റേഷൻ എത്രത്തോളം അത് കറക്റ്റ് ആണ് എന്ന് പെർഫെക്റ്റ്ലി മനസ്സിലാക്കി നമ്മളത് വാലിഡേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ദ റിക്വയർമെന്റ്സ് ആക്ച്വലി നമുക്ക് കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, കസ്റ്റമറിന് വേണ്ടത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന രീതിയിൽ നോക്കിയിട്ടാണ് വി ആർ വാലിഡേറ്റിംഗ് ദ റിക്വയർമെന്റ്സ്. ആൻഡ് ദാറ്റ് ഇസ് ദ റിക്വയർമെന്റ് വാലിഡേഷൻ സ്റ്റെപ്പ്. ആൻഡ് ദെൻ യു ഹാവ് ദ ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യണം. ആസ് എ പ്രൂഫ് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ചേഞ്ച് ഓഫ് കോഡ് നമ്മൾ വരുത്തുകയാണെങ്കിൽ ആ ചേഞ്ച് ഓഫ് കോഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഡോക്യുമെന്റേഷനിൽ കാണിക്കണം. സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. അങ്ങനെയൊക്കെ അപ്പൊ ഓരോന്നിനും തെളിവ് സഹിതം ഡോക്യുമെന്റേഷൻ വേണം. ദാറ്റ് ഈസ് ദ ഡോക്യുമെന്റ് സെക്ഷൻ. So this is the overall figure of the phases in software development. As I mentioned, first you have the feasibility study. Our feasibility study ചെയ്തിട്ട് കിട്ടുന്ന റിപ്പോർട്ട് ആണ് feasibility report. Then you have the elicitation and analysis. അതിലാണ് നമ്മൾ സിസ്റ്റം മോഡൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. Then requirement specification, SR ഡോക്യുമെന്റ്സും അതൊക്കെ ചെയ്യുന്നത്. യൂസറിനെ സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് മനസ്സിലാക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാം, ദിസ് ഇസ് ലൈക്ക് എ ലൂപ്പ്. ദാറ്റ് ഈസ് റിക്വയർമെന്റ് എലിസിറ്റേഷൻ കഴിഞ്ഞിട്ട് റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്തു. സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് യൂസറിന് കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തണമെങ്കിൽ വീണ്ടും എലിസിറ്റേഷൻ അനാലിസിസിൽ പോയി സിസ്റ്റം മോഡൽ അതനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ വരാം. സോ ദാറ്റ്സ് വൈ യു ക്യാൻ സീ എ ലൂപ്പ് ഹിയർ. അപ്പൊ ഏത് സമയത്താണ് നമുക്ക് ഇനി ഫർദർ റിക്വയർമെന്റ്സ് ഒന്നും ചേഞ്ച് ചെയ്യാനില്ലാത്തത്, ആ സമയത്ത് വി ക്യാൻ ഗോ ഫോർ ദ വാലിഡേഷൻ സ്റ്റെപ്പ്. ഇനി വാലിഡേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഇനിയും ആഡ് ഓൺസ് ഉണ്ടെങ്കിൽ വീണ്ടും ലൂപ്പ് പോലെ സ്പെസിഫിക്കേഷനിൽ പോവാം, അവിടുന്ന് വീണ്ടും. സോ യു ക്യാൻ റീട്രേസ് ദ പാത്ത് ദാറ്റ് ഇസ് ഫോളോഡ്. നമുക്ക് വീണ്ടും ബാക്കോട്ട് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് ഫൈനലി വി ആർ ക്രിയേറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഡോക്യുമെന്റ്. സോ ഈ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ള നമ്മൾ ഇത്രയും കാലം ചെയ്ത റിക്വയർമെന്റ് ഫേസിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ഒരു റിക്വയർമെന്റ്സ് ഡോക്യുമെന്റിൽ ഉണ്ടാകും.
So you have the first, that is the feasibility study. So feasibility study എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എത്രത്തോളം നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അതിന്റെ ഗുണം, ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം, എന്താണ് ഗുണം, അതുകൊണ്ട് എന്താണ് ഉപയോഗം, അങ്ങനത്തെ കുറേ സ്റ്റഡീസ്. അപ്പൊ എത്രയും നല്ല നല്ല പ്രോജക്റ്റുകളെ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളൂ. ആസ് എ ഡെവലപ്പർ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും മറ്റുള്ളവർക്ക് ഉപയോഗമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. സോ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ദിസ് വിൽ ബി ഫീസിബിൾ, നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിലും ഹൗ വെൽ ഇറ്റ് വിൽ സപ്പോർട്ട് അവർ ബിസിനസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. Next you have what is the aim that should be focused while we are doing a feasibility study. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ എയിം എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഈ സിസ്റ്റം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ യു ക്യാൻ സീ, യൂസിങ് ദ കറന്റ് ടെക്നോളജി നമുക്ക് എങ്ങനെയാണ് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ യൂസിങ് ദ ഗിവൻ കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ കൺസ്ട്രെയിൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇവിടെയൊക്കെ നമ്മുടെ സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ നടക്കുമോ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ നടക്കുമോ എന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഡീൽസ് വിത്ത് ഇന്റഗ്രേഷൻ, അതായത് ഓൾറെഡി ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങൾ. So you can see the answer to the first question is critical. That is does the system contributes to overall object of the organization. So എപ്പോഴും ഈ സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ് ഒബ്ജക്റ്റീവ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. കാരണം then it has no value in business. അതായത് ഓവറോൾ ഒബ്ജക്റ്റീവ്സും ആ ഒരു ഓർഗനൈസേഷന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ വിത്തിൻ ദ ലിമിറ്റ് അത്രയും മാക്സിമം ഒബ്ജക്റ്റീവ്സും സപ്പോർട്ട് ചെയ്തിട്ടാണ് we will go forward for developing or for performing a software project management scenario. You can see the 3 phases in feasibility study, that is information collection, information assessment and report writing. So report writing എന്ന് പറഞ്ഞ ലാസ്റ്റ് സ്റ്റെപ്പ് എന്തിനാണ് ലാസ്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്, കാരണം നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇൻഫർമേഷൻ അത് കറക്റ്റ് ആണോ, എത്രത്തോളം വാലിഡ് ആണ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഫുൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും അവസാനം ഫീസിബിലിറ്റി സ്റ്റഡിയുടെ അവസാനം ഒരു റിപ്പോർട്ട് എഴുതും. ആ റിപ്പോർട്ടിൽ ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള പെർഫോം ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വി ആർ ഗിവിംഗ് ദിസ് റിപ്പോർട്ട്. So hence that step is given at last. First one is information collection. Information collection is normal. You can have survey, questionnaire, interview, data collection. എങ്ങനെയാണെങ്കിലും കുറേ സോഴ്സിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. So first information source can be a manager, that is a department where the system will be used. Then the software engineer, കാരണം അവരാണ് സിസ്റ്റം പ്രപ്പോസ് ചെയ്യുന്നത്. Then you have experts, technological expert, then users of the system. So ഇവിടുത്തെ നിന്നെല്ലാം നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. Then you have the assessment phase. Assessment phase നമ്മുടെ നേരത്തെ ഉണ്ടായ 3 ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ അത് അസസ് ചെയ്യേണ്ടത്. ഈ ഇൻഫർമേഷൻ സോഴ്സ് വെച്ച് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, നമ്മൾ അവർക്ക് നിന്ന് കിട്ടിയ ആൻസേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ. And also the information source can be the manager, software engineer, technological expert, end users as mentioned earlier. ഇവർ തരുന്ന ഓരോ ഇൻഫർമേഷനും കറക്റ്റ് ആണോ വാലിഡ് ചെയ്യണം, അസസ് ചെയ്യണം, അങ്ങനത്തെയൊക്കെയാണ് ഇൻഫർമേഷൻ അസസ്മെന്റ് ഫേസ് എന്ന് വരുന്നത്. ലാസ്റ്റ് യു ഹാവ് ദ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗ് ഇൻഫർമേഷൻ എല്ലാം കിട്ടി നമ്മുടെ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്നു. നമ്മൾ എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് വേണ്ടത്, ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ, നമ്മൾ എങ്ങനെയാണ് ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, പിന്നെ ഇതിന്റെ സ്കോപ്പ് എന്താ, ബഡ്ജറ്റ് എന്താ, ഷെഡ്യൂൾ എന്താ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ ഇനി എന്താണ് ഇതിനെക്കാളും അപ്പുറത്തുള്ള ഹയർ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യാം. ഫ്യൂച്ചർ വർക്ക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ട് റൈറ്റിംഗിൽ ഉണ്ടാവുന്നത്. Next you have the second phase, that is the requirement elicitation of the software and the analysis. ഇതിനകത്ത് നമ്മുടെ ഇനീഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി കഴിഞ്ഞു. we have created the report
And the second requirement engineering process is the requirement analysis and elicitation. ഇതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യും ആരുടെ കൂടെ, കസ്റ്റമേഴ്സിന്റെ കൂടെയും എൻഡ് യൂസേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യും. എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ആ സിസ്റ്റം ഫുള്ളി ഡെവലപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് who are the people who are going to use that system, they are called as system end users. So അവരായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഈ റിക്വയർമെന്റ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസിൽ ഫോക്കസ് ചെയ്യുന്നത്. So basically, the communication is done to find out about what the domain, application domain, ഏത് application level കാര്യത്തിലാണ് നമുക്ക് ഈ സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റുക, പിന്നെ സിസ്റ്റം തരേണ്ട സർവീസസ് എന്താണ്, ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ റിസോഴ്സസ് എന്താണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻ, ദാറ്റ് ഇസ് ദ കൺസ്ട്രെയിൻസ് എന്താണ്, പിന്നെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം പെർഫോം ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദ റിക്വയർഡ് പെർഫോമൻസ് ആണ്, നമ്മൾ എങ്ങനെയാണ് ആ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഹൗ ഷുഡ് വി ട്രെയിൻ ദാറ്റ് സിസ്റ്റം ടു പെർഫോം ബെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ വി വിൽ ഫൈൻഡ് എലിസിറ്റേഷൻ ആൻഡ് അനാലിസിസ് ഇൻ ഡീറ്റെയിൽ. സോ ഫസ്റ്റ് വൺ യു ഷുഡ് നോ ഇസ് ദ സ്റ്റേക്ക് ഹോൾഡർ. സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. നമ്മുടെ പ്രോജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമായിട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർ കാരണം നമുക്ക് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു എഫക്ഷൻ വരുന്നുണ്ടെങ്കിൽ they are known as stakeholders. So they have the ability for requirement elicitation analysis. By the way, they are included as people in our organization. So you can see a small definition there. The term stakeholder is used to refer to any person or a group who will be affected by the system directly or indirectly. So നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു കമ്പനി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമേ ഉണ്ടാവില്ല, but still they have the ability to give suggestions. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ they are not directly involved in the project, but still they have indirect connection with the project. So അങ്ങനെ ഡയറക്ട്ലി ആവാം, ഇൻഡയറക്ട്ലി ആവാം. ഇപ്പം ഞാനൊരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ ക്യാൻ ബി എ സ്റ്റേക്ക് ഹോൾഡർ, നിങ്ങളൊരു ഡെവലപ്മെന്റ് ടീമാണെങ്കിൽ യു ക്യാൻ ബി എ സ്റ്റേക്ക് ഹോൾഡർ, but you are directly or indirectly connected with that particular software engineering project. Stakeholders കുറച്ച് പോയിന്റ്സ് ഉണ്ട്. Who are all called the stakeholder? That is the end users who interact with the system, the managers, the domain expert, the software engineers, organizations ആരൊക്കെ ഉണ്ട്, ഇൻസ്റ്റലേഷൻ പാർട്ടിൽ ആരൊക്കെ ഉണ്ട്, ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്, അങ്ങനെയൊക്കെ. ട്രേഡ് യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രോജക്റ്റിന്റെ ടീമിൽ വരുന്ന അവിടെ എന്തെങ്കിലും യൂണിയൻ റിലേറ്റഡ് റെപ്രസെന്റേറ്റീവ്സ്, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. Then you have the reasons for poor elicitation of requirements from stakeholders. ശരിക്കും സ്റ്റേക്ക് ഹോൾഡറിന് ഈ പ്രോജക്റ്റിനെ പറ്റി ഓവറോൾ വിവരം ഉണ്ടായിരിക്കണം എന്നില്ല. ഇഫ് ദേ ആർ ഫ്രം ഇൻഡയറക്ട് സൈഡ്, അവർക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്താണെന്നുള്ള റീസൺസ് അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ റിക്വയർമെന്റ്സ് അവരുടെ ഓൺ രീതിയിൽ അവർ പറയും, ബിക്കോസ് ദേ ആർ നോട്ട് സഫിഷ്യന്റ് അബൌട്ട് ദ ഇംപ്ലിസിറ്റ് നോളജ് ഓഫ് ദിയർ ഓൺ വർക്ക്. സോ യു ക്യാൻ സീ ദ 2 points there. അവർക്ക് എപ്പോഴും അവരുടെ അവരുടെ റിക്വയർമെന്റ്സ് പറയാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം സിസ്റ്റത്തിൽ എന്താണ് പെർഫോം ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ they know the ability to develop and testing, അങ്ങനത്തെ കാര്യങ്ങൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം they may not be knowing what is the hardware requirements. സോ അങ്ങനത്തെ ഒരു സിനാരിയോയില് ആ ഒരു സ്റ്റേക്ക് ഹോൾഡറിനെ വിളിച്ചിട്ട് ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ സ്റ്റേക്ക് ഹോൾഡറിന് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല, because he is only focusing on the software side. അങ്ങനത്തെ കേസിൽ he will say some unrealistic demand because they are unaware of their request. ഇപ്പൊ ചിലപ്പോൾ വലിയൊരു റിക്വയർമെന്റ് ആയിരിക്കും പറയുന്നത്, ബട്ട് ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കുറേ കോസ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ ലിമിറ്റഡ് കോസ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിവൺ കോസ്റ്റ് അല്ല, അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് അല്ലാത്ത എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അവരൊക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം. കാരണം അങ്ങനെയുള്ള കേസിലൊക്കെയാണ് പൂവർ എലിസിറ്റേഷൻ വരുന്നത് ആരുടെ സൈഡിൽ നിന്ന്, from the stakeholder side. So these are the 2 points to be focused, because they are not having the implicit knowledge, and also they are not bothered about how the working or computer system, anything related to that. And also these are the points also. Stakeholders in a different types ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവും, ചിലവർ ഡിഫറെന്റ് രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ചില കേസിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതായത് ആ സിസ്റ്റത്തിന് റിക്വയർമെന്റ്സ് ചെയ്യുന്നത്. ചില റിക്വയർമെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല,
ചില റിക്വയർമെന്റ്സ് ചെയ്യണ്ടെന്നായിരിക്കും ഓർഗനൈസേഷന് തീരുമാനം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പോയിന്റ് യു ക്യാൻ സീ ഇസ് ദ എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവയറമെന്റ് ഇൻ വിച്ച് അനാലിസിസ് ടേക്സ് പ്ലേസ് ഇസ് ഡൈനാമിക്. അതായത് എപ്പോഴും ചിലപ്പോൾ ചേഞ്ചസ് വരാം. ചിലപ്പോഴായിരിക്കും പറയുന്നത് ഈ റിക്വയർമെന്റ് നമുക്ക് വേണ്ട, നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ചിലപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പുതിയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഓൾറെഡി ഉള്ള ഒരു എസ്റ്റാബ്ലിഷ് സിസ്റ്റം മാറ്റേണ്ടി വരും. അപ്പൊ കാരണം ഇതെല്ലാം ഒരു ടീം വർക്ക് ആണ്. അപ്പൊ എല്ലാവരുടെയും സജഷൻസിന് ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡൈനാമിക് ആയിട്ടാണ് നടക്കുന്നത്. Next, you have the activities for requirement elicitation and analysis. You have requirement discovery, then classification and organization, prioritization and negotiation, and the last one is documentation. എപ്പോഴും അവസാനത്തെ സ്റ്റെപ്പ് എല്ലാത്തിൻ്റെയും തെളിവ് പോലെ ഡോക്യുമെന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ റിപ്പോർട്ട് റൈറ്റിംഗ്. അങ്ങനെയൊക്കെയാണ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എപ്പോഴും നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. കാരണം അതിന് മുമ്പത്തെ സ്റ്റേജിലെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്തിട്ട് അതിന്റെ ഡോക്യുമെന്റേഷൻ ആയിരിക്കും നമ്മൾ എപ്പോഴും ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ആസ് എ പ്രൂഫ് ബൈ സൈഡ്. You can see a figure. This is a figure for requirement elicitation analysis process. Each step is connected to the other step. That is, first you have the discovery, then you have the classification, organization, prioritization, negotiation, documentation. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് വീണ്ടും ഡിസ്കവർ ചെയ്യാം. അപ്പൊ ഇതൊരു ലൂപ്പ് പോലെയാണ്. ഓരോ സ്റ്റെപ്പും അടുത്ത സ്റ്റെപ്പിനെ ഫോളോ ചെയ്യും. നമുക്ക് അതനുസരിച്ച് വീണ്ടും ചേഞ്ചസ് വരാം. ദിസ് ഇസ് ഫുള്ളി ആസ് എ ലൂപ്പ്. ഒരൊറ്റ സർക്കിൾ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് യൂഷ്വലി ഡിസ്കവറി നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പകുതി വഴിക്ക് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും എവിടെ നിന്നാണ് അങ്ങനെ രീതിയിൽ തുടങ്ങുക. അതൊക്കെ ആ ഒരു ടീമിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. First one is requirement discovery. Requirement discovery എന്ന് പറഞ്ഞാൽ we are discovering what is the requirement. That is, we deal with the stakeholders of the system. ആദ്യം അവരായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. എന്തിനാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് കളക്ട് ചെയ്യാം. So basically it focuses on the gathering of information about the proposed and the existing system. അതുപോലെ തന്നെ യൂസറിന്റെയും സിസ്റ്റം റിക്വയർമെന്റ്സിന്റെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. So what are all the methods for requirement discovery? You can see prototyping, use case, observation, interview, surveys, questionnaire, etc. First one is interview. Interview normal ആയിട്ടുള്ള നമ്മൾ one to one talking ആണ് interview. That is, ഒരാള് വേറൊരാളോട് സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ആവാം. ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയിപ്പിക്കുന്നത് ഇന്റർവ്യൂ. അങ്ങനത്തെ കുറെ കേസസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് structured, that is closed interviews. അതായത് ഒരൊറ്റ ഇൻഫർമേഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഗ്യാദർ ചെയ്യുന്നു, എന്നിട്ട് ആ പാറ്റേൺ തന്നെ ആ ഒരു മാറ്റർ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. നോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഒന്നും അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നില്ല, കൂടുതലും ഫ്ലെക്സിബിൾ ആണ്. സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, കാരണം ദ മാറ്റർ ടു ബി ഡിസ്കസ് ഇസ് ഓൾറെഡി നോൺ. നോൺ സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് നോൺ. ഡിഫറെന്റ് പേഴ്സൺസിന് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഓറൽ ഇന്റർവ്യൂസ് നമ്മൾ സാധാരണ പോലെ വൈവ ചോദിക്കുന്ന പോലെ ഓറൽ ഇന്റർവ്യൂ, റിട്ടേൺ ഇന്റർവ്യൂ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുതുന്നത്. 1-to-1 ഇന്റർവ്യൂ നമ്മൾ സാധാരണ ഇപ്പൊ നമ്മളൊരു ഏതെങ്കിലും ഒരു ഇന്റർവ്യൂസ് നോർമലി പോവില്ല. ഇന്റർവ്യൂ ദാറ്റ് ഇസ് വിച്ച് ആർ ഹെൽഡ് ബിറ്റ്വീൻ 2 persons. ദെൻ ഗ്രൂപ്പ് ഇന്റർവ്യൂസ്, ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ്, പിന്നെ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറയാം. ന്യൂമറസ് പീപ്പിൾസ് വിൽ ബി ഇൻവോൾവ് ഇൻ ദാറ്റ് ഇന്റർവ്യൂ. നെക്സ്റ്റ് ഇസ് യു ഹാവിംഗ് സർവേസ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമ്മളത് ആസ്ക് ചെയ്യും, അല്ലെങ്കിൽ അവരത് റൈറ്റ് ചെയ്ത് തരും. നമ്മുടെ ക്വയറീസ് ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, പിന്നെ അവരുടെ എക്സ്പെക്ടേഷൻ എത്തിയോ എന്നുള്ള രീതിയിൽ, അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളാണ് സർവേ. നോർമൽ സർവേ ആണ്, അത് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ദെൻ ക്വസ്റ്റ്യനേഴ്സും അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള യു വിൽ ബി ഹാവിംഗ് സം സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. And you should know the requirement options. You should give the required options to them, so they will select which are all the answers. ഇനി അതല്ല നിങ്ങൾ ഓപ്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവരെന്നെ സ്വന്തം ഭാഷയിൽ എന്താന്ന് വെച്ചാൽ അവരുടെ നീഡ്സ് എന്ന് എഴുതിക്കോളും, പിന്നെ അവരുടെ ഇഷ്യൂസ് ഒക്കെ. So you can see the second point. A shortcoming of this technique is if an option for some issue is not mentioned in the questionnaire, the issue might be left unattended. അതായത് നമ്മൾ ക്വസ്റ്റ്യനെയറിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ആൻസർ നമ്മൾ ആ ഓപ്ഷൻസിൽ കൊടുത്തില്ലെങ്കിൽ അവരത് സെലക്ട് ചെയ്യാണ്ട് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ സെലക്ട് ചെയ്യും. സോ അപ്പൊ ആ ടൈമിൽ ഇഷ്യൂസ് കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. സോ മാക്സിമം ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കും. Then you have brainstorm, that is normally a debate.
കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെച്ചിട്ട് ഇൻഫോർമൽ ആയിട്ട് ഒരു ഡിബേറ്റ് ചെയ്യുന്നു. എല്ലാ ഇൻപുട്സും റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഫർദർ ഫ്യൂച്ചറിൽ വരുന്ന അനാലിസിസ് ചെയ്യുന്നു. ദെൻ യു ഹാവ് പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പിംഗ് ആക്ച്വലി നമ്മുടെ സിസ്റ്റം മോഡൽ ആയാലും നമ്മളൊരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു യൂസർ ഇന്റർഫേസ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷനാലിറ്റി ഒന്നും കൊടുക്കുന്നില്ല. എങ്ങനെയാണ് ആ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ശരിക്കും സിസ്റ്റം മോഡലായിട്ട് ഡെവലപ്പ് ചെയ്യുക, എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ ആക്ച്വൽ ഇന്റൻഡഡ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് വി ആർ ഡെവലപ്പിംഗ്. സോ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ കറക്റ്റ് നമ്മൾ ചെയ്ത് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള രീതിയിലാണ് വി ആർ ക്രിയേറ്റിംഗ് എ സിമ്പിൾ പ്രോട്ടോടൈപ്പ് മോഡൽ ഫോർ ആസ് എൻ എക്സാമ്പിൾ. സോ ആ പ്രോട്ടോടൈപ്പ് മോഡൽ നമുക്ക് വർക്ക് ചെയ്താൽ എന്തൊക്കെ ചേഞ്ചസ് വരണം, എന്തൊക്കെ പുതിയ റിക്വയർമെന്റ്സിന്റെ ഐഡിയാസ് വരും, അതൊക്കെ നമുക്ക് ഒറിജിനൽ പ്രോഡക്റ്റിൽ റിഫ്ലക്ട് ചെയ്യാം. Then you have the use cases. യൂസ് കേസസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി യൂസ് കേസ് ഡയഗ്രാംസ് ഒക്കെ അല്ലെങ്കിൽ UML ഡയഗ്രാം, സീക്വൻഷ്യൽ ഡയഗ്രാം അതൊക്കെ പ്രോജക്റ്റിലായാലും എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ റിക്വയർമെന്റ് ഡിസ്കവറി ടെക്നിക്കാണ്. സോ ഇത് ഫസ്റ്റ് ആയിട്ട് ദിസ് ഇസ് ഇൻട്രൊഡ്യൂസ് ആസ് എൻ ഒബ്ജക്ടറി മെത്തേഡ് ആൻഡ് ഇതിന്റെ ഫണ്ടമെന്റൽ ഫീച്ചർ ആണ് യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദാറ്റ് യൂണിഫൈഡ് മോഡൽഡ് ലാംഗ്വേജ്, ദാറ്റ് ഇസ് UML. പിന്നെ നിങ്ങൾ കുറച്ച് UML ഡയഗ്രാംസ് അതിൽ ഒബ്ജക്ട്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അതേ സെയിം തന്നെയാണ് യൂസ് കേസ് ഡയഗ്രാം. So use case diagram, it basically identifies who are all the actors involved in that interaction and also എന്തൊക്കെയാണ് ആരൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹ്യൂമൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ സിസ്റ്റം ആയിരിക്കാം. അതെല്ലാം നമ്മൾ യൂഷ്വലി ഉള്ള പോലെ ഫിഗേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. പിന്നെ ഓരോ ഇന്ററാക്ഷനെയും നമ്മൾ നെയിംഡ് എലിപ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ദെൻ ലൈൻ ലിങ്ക്സ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ യു ക്യാൻ ഐഡന്റിഫൈ ഇൻഡിവിജ്വൽ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് യൂസർ ഫോർ അനദർ സിസ്റ്റം. സോ യു നോ, നിങ്ങൾക്ക് ഓൾറെഡി യൂസ് കേസ് നിങ്ങൾ വരച്ച് പരിചയമുണ്ട്. ഇപ്പം ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ് പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യേണ്ടത്, അവരുടെ ഇൻഫർമേഷൻ ആർക്കൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് എലിപ്സും ലൈനും വെച്ച് പിന്നെ ആൾക്കാരുടെ ഫിഗർ വെച്ച് ഇങ്ങനെ വരച്ച് അങ്ങനെ കാണിക്കുന്ന ഒരു യൂസ് കേസ് ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. യു ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദിസ്. അത് നിങ്ങൾ സ്വന്തമായിട്ടുള്ള അറിയുന്ന ഇതിൽ എഴുതിയാൽ മതി. Then you have observation. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി നല്ല ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പേർട്സ് നമ്മുടെ ഇതിൽ വിസിറ്റ് ചെയ്യാണ്. ദേ ആർ വിസിറ്റിംഗ് ടു അവർ ഓർഗനൈസേഷൻ ഓർ വർക്ക് പ്ലേസ്. അങ്ങനെ വർക്ക് പ്ലേസിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ദേ ആർ ആക്ച്വലി ഒബ്സർവിങ് വാട്ട് ഈസ് ഹാപ്പണിങ് ഇൻ ദാറ്റ്. കാരണം ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ എന്താണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ ചേഞ്ച് വരുത്തുകയാണോ, അതല്ല പുതിയതായിട്ട് ചെയ്യുവാണോ, അങ്ങനെ ആക്ച്വൽ വാട്ട് ഈസ് എ വർക്കിംഗ് ഇസ് ഹാപ്പണിങ്, ദാറ്റ് ഈസ് ബീങ് ഒബ്സർവ്ഡ്. And also you can see the third point, they observe the workflow at client's end and how execution problems are dealt. So ഇങ്ങനെ ഒരു എക്സ്പെർട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ റിക്വയർമെന്റ് ഫേസ് ആണെങ്കിലും ചെക്ക് ഫോർ ദ ഡോക്യുമെന്റേഷൻ, എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ഡോക്യുമെന്റേഷൻ, എവിടെയൊക്കെ എന്തൊക്കെ മിസ്റ്റേക്ക് വന്നപ്പോൾ നിങ്ങൾ ചേഞ്ചസ് വരുത്തി, അങ്ങനത്തെ ഡോക്യുമെന്റേഷനൊക്കെയാണ് ഈ ടൈമിൽ നോക്കുന്നത്. സോ അതിനുശേഷം ഈ എക്സ്പെർട്ട് ടീം ദേ ഡ്രോ സം കൺക്ലൂഷൻ വിച്ച് എയ്ഡ് ടു ഫോം റിക്വയർമെന്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദ സോഫ്റ്റ്വെയർ. ഇനി അവർക്ക് അവരുടേതായിട്ടുള്ള കൺക്ലൂഷൻസ് തരാം, സജഷൻസ് തരാം, അതനുസരിച്ച് യു ക്യാൻ മേക്ക് ദ ചേഞ്ചസ്. സോ ദാറ്റ് ഈസ് ദ ഒബ്സർവേഷൻ പാർട്ട്. ദെൻ യു ഹാവ് ദ റിക്വയർമെന്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഓർഗനൈസേഷൻ. പിന്നെ ഇതിൽ നമുക്ക് ഓൾറെഡി ഇത് ഓർഗനൈസേഷനിൽ വരുന്നത് ഗ്രൂപ്പാണ്. സോ ഗ്രൂപ്പ്സ് ആണ്, കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ള ടീം വർക്കാണ്. സോ മോർ ദാൻ 2 people ക്യാൻ ഫോം എ ഗ്രൂപ്പ് ആൻഡ് ദേ ആർ നോൺ ആസ്. സാധാരണ ഗ്രൂപ്പ് എന്താണ്, നിങ്ങൾക്ക് ഗ്രൂപ്പ് കൺസെപ്റ്റ് അറിയാമല്ലോ. കുറേ ആൾക്കാർ കൂടി ഒരുമിച്ചൊരു വർക്ക് ചെയ്യുന്നത്, അതൊരു ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. സോ ഇതൊരു അൺസ്ട്രക്ചേർഡ് കളക്ഷൻ ഓഫ് റിക്വയർമെൻറ്റ്സ് ആണ്. സോ ദാറ്റ് ഈസ് നമ്മൾ കുറേ എന്തൊക്കെയൊക്കെയോ കളക്ട് ചെയ്യും, ബട്ട് ആക്ച്വലി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടാത്തത്, അതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഓർഗനൈസിങ് വെച്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓർഗനൈസസ് ദീസ് റിക്വയർമെൻറ്റ്സ് ഇൻ ടു കൊഹറൻറ്റ് ക്ലസ്റ്റേഴ്സ്. സോ കൊഹറൻറ്റ് ക്ലസ്റ്റേഴ്സ്, വാട്ട് ഈസ് എ ക്ലസ്റ്റർ? ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വിത്ത് സെയിം capability they can form a group and that group is called a cluster. ഇപ്പോൾ കുറേ പേർക്ക് സെയിം കഴിവുണ്ട്. ഇപ്പോൾ ഒരു 5-6 പേർക്ക് ഒരുമിച്ച് സോഫ്റ്റ്വെയർ കോഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ആ 5-6 പേരെ നമുക്ക് ഒരുമിച്ച് ഒരു ക്ലസ്റ്ററിലിടാം, ദാറ്റ് ഈസ് എ ഗ്രൂപ്പിലിടാം. സോ ദേ ക്യാൻ പെർഫോം ദാറ്റ് കോഡിംഗ് പാർട്ട് ബെറ്റർ. അതുകൊണ്ടാണ് കൊഹറൻറ്റ് ക്ലസ്റ്റർ, അതായത് സെയിം കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെ ഒരൊറ്റ സിംഗിൾ ക്ലസ്റ്ററിലിട്ടാൽ ആ കോഡിംഗ് സെക്ഷൻ ക്ലിയറായി കിട്ടും. കാരണം എല്ലാവർക്കും കോഡിംഗ് നല്ലോണം അറിയാം, അങ്ങനത്തെ കേസ്. സോ ഓരോ ക്ലസ്റ്റർ നമ്മൾ ഫോം ചെയ്യുമ്പോഴും അതിലെല്ലാവരും നല്ലതായ രീതിയിൽ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ ഒരു ടീം ലീഡറിനെങ്കിലും നല്ലോണം ആ ഒരു കാര്യത്തിന് ഫെമിലറൈസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ കോഡിംഗ് ആയാലും വേറെ എന്തായാലും ആ ഒരു കാര്യത്തിന് ഫെമിലറൈസ്ഡ് ആയിരിക്കണം. ദെൻ യു ഹാവ് ദ പ്രയോറിറ്റൈസേഷൻ ആൻഡ് നെഗോസിയേഷൻ. കാരണം നെഗോസിയേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ റിക്വയർമെൻറ്റ്സിൽ ഏറ്റവും അധികം വേണ്ട, ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും കൂടുതലും നമ്മൾ കൺസേൺഡ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകുമ്പം റിക്വയർമെൻറ്റ്സ് തമ്മിൽ ഒരാൾക്ക് ഇത് വേണം, ഒരാൾക്ക് അത് വേണം, അതുവരെ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകണം. ദെൻ റിക്വയർമെൻറ്റ്സ് റിസോൾവ് ചെയ്യാനുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. പിന്നെ അങ്ങനെ റിസോൾവ് ചെയ്യണമെങ്കിൽ വി വിൽ ഗോ ഫോർ നെഗോസിയേഷൻ. ഇപ്പോൾ എന്തെങ്കിലും റെമ്യൂണറേഷൻ ആവട്ടെ, കോസ്റ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ യു ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് ദ കമ്പനി, യു ക്യാൻ നെഗോഷിയേറ്റ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വിത്ത് ദ എൻഡ് യൂസേഴ്സ്, വിത്ത് ദ ഡെവലപ്പേഴ്സ്, അങ്ങനെ. ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഡെവലപ്പേഴ്സ് പറയും അവർക്ക് ഇത്ര സാലറി പോരാ, കൂട്ടി തരണം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയും റെമ്യൂണറേഷൻ ഇത്ര പോരാ, അല്ലെങ്കിൽ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഇത്ര പോരാ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം വി ഷുഡ് ഗോ ഫോർ പ്രയോറിറ്റൈസേഷൻ ആൻഡ് നെഗോസിയേഷൻ. അപ്പോൾ റിക്വയർമെൻറ്റ്സിൻ്റെ കേസിലാണ് ഇത് അധികവും വരുന്നത്. സോ അവിടെ ഈ 3 പോയിന്റും you should be familiarized. And the last one, as usual, it is the documentation. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ദേ ആർ ഇൻപുട്ടഡ് ഇൻ ടു ദ നെക്സ്റ്റ് റൗണ്ട് ഓഫ് ദി സ്പൈറൽ. അതായത് ഇപ്പം ഇവിടെ സ്പൈറൽ മോഡൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, എന്താണ് ആ ഒരു ലൂപ്പിൽ നെക്സ്റ്റ് എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് വി ആർ ആഡിങ് ടു ദാറ്റ് സ്പൈറൽ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫേസ് ചെയ്യുമ്പോൾ ദിസ് പർട്ടിക്കുലർ ഡോക്യുമെൻറ്റേഷൻ വിൽ ബി ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് ഫേസ്. അപ്പോൾ ഇതിന് മുന്നേ ചെയ്ത കാര്യങ്ങളൊന്നും നമ്മളിനി വറി ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഡോക്യുമെൻറ്റേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ്. അതായത് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റും പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കിതിലൊക്കെ ആവശ്യം ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ അറ്റ് എ പോയിന്റ് നമുക്കത് ഫ്യൂച്ചറിൽ വേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ, ദാറ്റ് ഇസ് എ ഇൻഫോർമൽ റിക്വയർമെൻറ്റ്സ്. പിന്നെ കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ എഴുതുന്നത്, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ, ദാറ്റ് ഈസ് മെൻ ബൈ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിക്വയർമെൻറ്റ്സ്. സോ ഇറ്റ് എനി കോസ്റ്റ് വി ഷുഡ് ഡൂ ദിസ് ഡോക്യുമെൻറ്റേഷൻ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുമ്പോഴും എല്ലാത്തിനും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ പ്രൂഫ് ഫോർ എക്സ്പെർട്ട് വെൻ ദേ വിസിറ്റ് ദ ഓർഗനൈസേഷൻ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദ ഫേസസ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. നമ്മൾ ആദ്യത്തെ 2 സെക്ഷൻസ് ആണ് പഠിച്ചത്, റിക്വയർമെൻറ്റ് അനാലിസിസ്, ഗ്യാതറിങ്, പിന്നെ എലിസിറ്റേഷൻ, അങ്ങനത്തെ കുറച്ച് ആദ്യത്തെ 2 ഫേസാണ്. ഇനിയും ഒരു 3 ഫേസസ് ഉണ്ട്. സോ ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.